2026 ഫെബ്രുവരി 10-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. കേരളത്തിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജിയാകുന്നത് സി ധന്യനാഥൻ. കണ്ണൂർ സ്വദേശിനിയായ സി ധന്യനാഥനാണ് കേരളത്തിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യ ജഡ്ജിയാകുന്നത്. സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും സുരക്ഷിതമായും ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറങ്ങുന്ന ഡിജിറ്റൽ മൊബൈൽ ആപ്പാണ് നമ്മുടെ കേരളം. അപ്പോൾ നമ്മുടെ കേരളമാണ് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും സുരക്ഷിതമായും ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറങ്ങുന്ന ഡിജിറ്റൽ മൊബൈൽ ആപ്പ്. SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ല ആലപ്പുഴ. SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് ആലപ്പുഴ. സംസ്ഥാനത്തെ വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന ആശ്രിത ധനസഹായ പദ്ധതി രക്ഷാകവചം പദ്ധതി. രക്ഷാകവചം പദ്ധതി എന്നത് സംസ്ഥാനത്തെ വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന ആശ്രിത ധനസഹായ പദ്ധതിയാണ്. കോതമംഗലം താലൂക്കിലെ വാരാപ്പെട്ടിയിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിക്ക് നൽകിയ പേര് ലൈറിയോതെമീസ് കേരളൻസിസ്. അപ്പോൾ കോതമംഗലം താലൂക്കിലെ വാരാപ്പെട്ടിയിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിക്ക് നൽകിയ പേര് ലൈറിയോതെമീസ് കേരളൻസിസ് എന്നതാണ്. ടെക്നോപാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് സന്ദീപ് കുമാർ. ടെക്നോപാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ചുമതലയേറ്റത് സന്ദീപ് കുമാറാണ്. പോർച്ചുഗൽ പ്രസിഡന്റ് അന്റോണിയോ ഷൂസെ സെഗൂറ. സോഷ്യലിസ്റ്റ് നേതാവായ അന്റോണിയോ ഷൂസെ സെഗൂറയാണ് പോർച്ചുഗൽ പ്രസിഡന്റ്. മത്സ്യ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ആഗോള മത്സ്യ ഉൽപാദനത്തിൻ്റെ 8% ഇന്ത്യയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം മൂല്യവർദ്ധിത വരുമാനത്തിൻ്റെ 1.12% സംഭാവന ചെയ്യുന്നത് മത്സ്യബന്ധന മേഖലയാണ്. ഏറ്റവും വലിയ അക്വാകൾച്ചർ ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ മത്സ്യ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ആഗോള മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ 8% ഇന്ത്യയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ISROയുടെ ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ലാൻഡർ ഇറക്കുന്നതിനായി തീരുമാനിച്ച ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലെ പർവ്വത മേഖല ഏതാണ്? മോൺസ് മൗണ്ടൻ. മോൺസ് മൗണ്ടൻ ആണ് ISROയുടെ ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ലാൻഡർ ഇറക്കുന്നതിനായി തീരുമാനിച്ച ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിലെ പർവ്വത മേഖല. മോൺസ് മൗണ്ടൻ പർവ്വത മേഖലയിലെ MM4 എന്ന സ്ഥലമാണ് ISRO ചന്ദ്രയാൻ 4ൻ്റെ ലാൻഡിങ്ങിനായി നിലവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചന്ദ്രനിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതമാണ് മോൺസ് മൗണ്ടൻ. അപ്പോൾ ചന്ദ്രനിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതമായ മോൺസ് മൗണ്ടനിലാണ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ചന്ദ്രനിൽ നിന്ന് ശിലകളും മണ്ണും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിൽ എത്തിക്കുക എന്നതാണ്. ചന്ദ്രയാൻ 4ൻ്റെ ലക്ഷ്യം ചന്ദ്രനിൽ നിന്ന് ശിലകളും മണ്ണും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് തിരികെ ഭൂമിയിലെത്തിക്കുക എന്നതാണ്. ചന്ദ്രയാൻ 4 ദൗത്യം 2028 വിക്ഷേപിക്കാനാണ് ISRO നിലവിൽ പദ്ധതിയിടുന്നത്.